ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ നെഗ്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കന് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിവിടെ മാറ്റി വയ്ക്കാം. മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പീസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ആ മുരിഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ബ്രെഡാണിത്. അപ്പോൾ അത് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടിങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. ഈ ബ്രെഡിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. നമ്മൾ ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത് നമ്മുടെ ചിക്കന് നമ്മളിത് അരച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ ആദ്യം പൊടിച്ചിട്ടില്ലെങ്കിലും ബ്രെഡിൻ്റെ പൊടി നിങ്ങടുത്തുണ്ടെങ്കിൽ അത് നമ്മൾ ചിക്കനൊക്കെ അരച്ചതിന് ശേഷം അത് ചെയ്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അല്ല ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയോ മൈദയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ്. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ അരയ്ക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുകയോ പേസ്റ്റാക്കി ചേർക്കുകയോ ചെയ്താൽ ഇങ്ങനെ രണ്ടാമത് അരയ്ക്കണ്ട കേട്ടോ. ഇത് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, നമ്മൾ ബ്രെഡ് കൂടി ചേർത്തതുകൊണ്ട് നമുക്കിത് കണ്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ നെക്ലേറ്റ് എങ്ങനെ
പാകത്തെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഷേപ്പാക്കി എടുക്കാം. കയ്യിലൊരല്പം ഓയിൽ ഒന്നിങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നമുക്കിത് ഇതേപോലെ ഇല്ലാതെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇനി നമുക്ക് നമ്മളുടെ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ നെഗ്ലറ്റ് പീസസിനെയൊക്കെ നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ചേർക്കാം. നമ്മളിത് 4 ബ്രെഡ് എടുത്തുന്നില്ലേ, ആ ബ്രെഡിൻ്റെ സൈഡും പിന്നെ ഒരു 2 ബ്രെഡും കൂടി ചേർത്ത് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസാണ് കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതാ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതാ ഇപ്പം നമ്മൾ മുഴുവനും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലൊരു പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതാ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷം നമ്മുടെ ഈ നഗറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ.
പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, പച്ച ഇറച്ചി നമ്മളിത് അരച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉള്ളു വേകുമോ എന്നൊക്കെയുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. ഉള്ളൊക്കെ അത്യാവശ്യം വെന്തിട്ട് വേകും. നമ്മൾ അതിനെ പറയുന്നത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വണ്ണത്തിലൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയത്. ഒരുപാട് വണ്ണത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം കൂടുതലെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതാ നമ്മുടെ നഗറ്റ്സ് ഇവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്, കണ്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റും. എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിൻ്റെ കാര്യമാണ്. നമ്മൾ എണ്ണയുടെ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ലോ ഫ്ലെയിം മുതൽ മീഡിയം ഫ്ലെയിം വരെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടും ചെയ്യും. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. ബാക്കിയുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ നഗറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.